ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം എന്തൊക്കെയുണ്ടടാ. ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കരഗതാഗതം. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റോഡ് ട്രാൻസ്പോർട്ട് എന്നും റെയിൽ ട്രാൻസ്പോർട്ട് അല്ലേ. റെയിൽ ട്രാൻസ്പോർട്ട് എന്നെന്താണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, റോഡ് ഗതാഗതം അല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ്. ഓക്കെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പണ്ടൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ റോഡ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ചിത്രം കണ്ടോ, ഇതാ സിംഗിൾ ആണല്ലേ, സിംഗിൾ ട്രാക്ക് പാത, ഒറ്റയടി പാത, വളരെ കുഞ്ഞു ചെറിയ പാതകളായിരുന്നു. ദെൻ മഡ് പാത്ത് ഉണ്ടായിരുന്നു, മൺപാതകൾ ഉണ്ടായിരുന്നു, ചെറിയ മൺപാതകൾ ഉണ്ടായിരുന്നു. ദെൻ കല്ല് പാകിയ പാത, അതുപോലത്തെ സ്റ്റോൺ പവർഡ് പാത്തൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത്, പഴയ കാലത്ത്. അതായത് നമ്മുടെയൊക്കെ മുത്തശ്ശിമാരും ഒക്കെ നമ്മുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആൻഷ്യൻ ടൈമിൽ ഇതുപോലെയായിരുന്നു നമ്മുടെ റോഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്ക് നോക്കാം, ഓവർ ദ പാസേജ് ഓഫ് ടൈം, അതായത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ പുതിയ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ വന്നതിന് ശേഷം എന്താണ്, റോഡുകളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അല്ലേ. അങ്ങനെ കോൺക്രീറ്റ് റോഡ് വന്നു, അതുപോലത്തെ കോൺക്രീറ്റ് റോഡ് വന്നു. ദെൻ ടാറിട്ട റോഡിലെ ടാറൊക്കെ ഇട്ട റോഡൊക്കെ വരാൻ തുടങ്ങി. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് വന്നപ്പോൾ ടാറിട്ടതും ദെൻ കോൺക്രീറ്റ് റോഡൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കോൺക്രീറ്റ് റോഡും ടാറിട്ട റോഡിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ അല്ലെങ്കിൽ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്, വളരെ എക്സ്പെൻസീവ് കുറഞ്ഞൊരു ട്രാൻസ്പോർട്ട് മാർഗ്ഗമാണെന്ന് നമ്മുടെ റോഡ് ഗതാഗതം എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ വാട്ടർ ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടൊക്കെ ഭയങ്കര പൈസ കൂടുതലുള്ള ഗതാഗത മാർഗ്ഗമാണ്. പക്ഷെ റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞ ഒരു ട്രാൻസ്പോർട്ട് ഗതാഗത മാർഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. അതാണ് റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്. ദെൻ ആക്സസിബിൾ ടു ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ, എല്ലാ ജനങ്ങൾക്കും ഇതെന്താണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. റോഡ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ വെൽ സ്യൂട്ടഡ് ഫോർ ഷോർട്ട്, ചെറിയ യാത്രകൾക്ക് റോഡ് ഗതാഗതമാണ് ഏറ്റവും നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത്. റോഡ് ഗതാഗതം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോഡ് ഗതാഗതത്തിൻ്റെ ഏറ്റവും നല്ല മേന്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.